വിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിനെ നന്ദി പറയുന്നു. എൻ്റെ പേര് സ്മിത ജോസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ കുരിയച്ചിറയിൽ നിന്നാണ്. 3 വർഷം മുൻപ് ഞങ്ങൾ അമേരിക്കയിൽ നോർത്ത് കരോലിന എന്ന സ്റ്റേറ്റിലേക്ക് ഭർത്താവിൻ്റെ ജോലി സംബന്ധമായി മാറി താമസിക്കുകയുണ്ടായി. അമേരിക്കയിലെത്തിയപ്പോഴാണ് ഞാൻ കൃപാസന മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും കൂടുതലായിട്ട് അറിയുവാനായി ഇടയായത്. അവിടെ ഉള്ള ഒരു സുഹൃത്ത് വഴിയാണ് കൃപാസനത്തിലെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് മനസ്സിലാക്കിയത്. അതിനെ തുടർന്ന് ഉടമ്പടിയെ പറ്റിയും കൂടുതലായിട്ട് അറിയുവാനായി സാധിച്ചു. ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി എനിക്ക് അവിടെ വെച്ചിട്ട്. അതിനെ തുടർന്ന് പിന്നീട് കാർ എടുക്കാനായിട്ട് വളരെയധികം ഭയമായിരുന്നു. ആ ഭയത്തിൻ്റെ സമയത്താണ് എന്നെ ഒരു സുഹൃത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഉടമ്പടിയെ പറ്റി കൂടുതലായിട്ട് അറിയുകയും ഷെക്കൈന ചാനലിലുള്ള ജോസഫ് അച്ഛൻ്റെ ഇൻ്റർവ്യൂകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുഴുവൻ എപ്പിസോഡുകളും കാണുകയും ഉടമ്പടി എന്താണെന്നും എങ്ങനെ ഉടമ്പടി ലഭിച്ചുവെന്നും ജോസഫ് അച്ഛൻ്റെ സത്യസന്ധമായ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാനായി സാധിച്ചു. അതിനുശേഷം മെയ് 1, 2025 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ദൈവസ്നേഹത്തിനായും കൂടുതലായി യേശുവിൽ വിശ്വസിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശ്വാസം വളരുന്നതിനുമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി നിയോഗങ്ങൾ 6 എഴുതാം എന്നുള്ളതുകൊണ്ട് അതിൽ എൻ്റെ ജോലിക്കാര്യവും മറ്റു നിയോഗങ്ങളും അർപ്പിച്ചിരുന്നു. ഇവിടെ ഞാൻ ഒരു +2 ടീച്ചറായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അമേരിക്കയിലേക്ക് പോയപ്പോൾ അവിടെ ജോലി സാധ്യതകൾ വളരെയധികം കുറവാണെന്ന് മനസ്സിലായി. ഒരു ടീച്ചറായൊക്കെ ജോലി കിട്ടാനായിട്ട് ടീച്ചിങ് ലൈസൻസ് ആവശ്യമായിരുന്നു. ഈ ടീച്ചിങ് ലൈസൻസ് ലഭിക്കുക എന്നത് വളരെ പ്രയാസമായ ഒരു കാര്യമായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ പോലും ടീച്ചിങ് അസിസ്റ്റൻസ് ആയിട്ട് പോലും ജോലി ലഭിക്കുക 5-6 വർഷം അവിടെ നിന്ന് ഒരു സ്കൂളിൽ വർക്ക് ചെയ്ത് നമ്മുടെ കഴിവ് തെളിയിച്ചാൽ മാത്രമേ അതിനുള്ള അവസരമുള്ളൂ എന്ന് മനസ്സിലാക്കി. ടീച്ചിങ് ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു 4 വർഷത്തോളം ഉള്ള ഒരു പഠനത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ അസാധ്യമായ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. പക്ഷേ ഉടമ്പടി നിയോഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഉടമ്പടി നന്നായി ചെയ്യുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയുണ്ടായി. കൂദാശകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പരിശുദ്ധ കുർബാനയിലെ മിക്കവാറും ദിവസങ്ങളിൽ തന്നെ പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. കുമ്പസാരം അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ മുടക്കാതെ പങ്കെടുക്കാറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനത്തിനായിട്ട് കാത്തിരിക്കുകയും ഉടമ്പടി ധ്യാനം അപ്ലോഡായാൽ അവിടുത്തെ സമയമനുസരിച്ച് ഞങ്ങൾക്ക് രാവിലെ തന്നെ അത് പങ്കെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ വളരെ ഭക്തിയോടെ പങ്കെടുക്കാറുണ്ട്. അത് സ്റ്റാറ്റസായി ഇടുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെയാണ് എങ്ങനെയാണ് കൂടുതൽ നന്നായി ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് മനസ്സിലായത്. അതനുസരിച്ച് ഉടമ്പടിയിൽ കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അതിനെ തുടർന്ന് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴിയായി ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി ഉപ്പും തേനും യാദൃശ്ചികമായി തന്നെ അവിടെ അമേരിക്കയിൽ വെച്ച് തന്നെ കൊണ്ടുവന്ന് തരികയുണ്ടായി. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ ലഭിച്ചു. അതുപോലെ തന്നെ ജപമാല ചൊല്ലുവാനും കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാനും ജോസഫ് അച്ഛൻ്റെ പ്രസംഗങ്ങൾ, പഴയ ഉടമ്പടി ധ്യാനങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും മാത്രം ആണ് ദിവസങ്ങളിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഒരു ടെമ്പററി ജോലി എനിക്ക് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അധികം താമസിയാതെ ഒരു ടെമ്പററി ജോലി സ്കൂളിൽ തന്നെ ടീച്ചറായി തന്നെ മാതാവ് നൽകുകയുണ്ടായി. ആ ജോലി ലഭിച്ചപ്പോൾ കാരുണ്യ പ്രവർത്തികൾ കൂടുതലായി ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായി ഞാൻ അവിടെ സ്പെഷ്യൽ എയ്ഡ് സ്കൂളുകളിൽ ടീച്ചറായി വർക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്വയം ഓപ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ പോകുവാനും ഓട്ടിസം അതുപോലെയുള്ള അസുഖങ്ങളുള്ള കുട്ടികളെ പരിചരിക്കാനായിട്ടും അന്നത്തെ ദിവസവേതനം കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുവാനും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ആദ്യകാലങ്ങളിൽ നമുക്ക് പത്രങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസായി ഇടുകയും ഉടമ്പടി സാക്ഷ്യങ്ങൾ തരംതിരിച്ച് ഇപ്പോൾ രോഗികളായവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് രോഗികളായവർക്ക് അയച്ചു കൊടുക്കും. ജോലി ലഭിക്കാതിരിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അയച്ചു കൊടുക്കും. അതുപോലെ സാക്ഷ്യങ്ങളെ തരംതിരിച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാനും പലരെയും ഉടമ്പടിയെ പറ്റി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുത്തുവാനുമെല്ലാം അതുവഴി കുറേ പേരെ ഉടമ്പടി എടുക്കുവാനുമെല്ലാം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ
കഴിഞ്ഞ ജാനുവരിയിൽ, അതായത് 2026 ജനുവരിയിൽ നാട്ടിൽ വരുവാനായി ഇടയായി. ആ സമയത്ത് ഇവിടെ വന്ന് ജാനുവരി 24-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുവാനും ഉള്ള കൃപ പരിശുദ്ധ മാതാവ് നൽകി. അതനുസരിച്ച് ആ ഉടമ്പടി ഇവിടെ വന്നെടുത്തതനുസരിച്ച് നമുക്ക് പത്രങ്ങൾ ലഭിക്കുകയും ഉടമ്പടി തൈലവും ഉപ്പുമെല്ലാം അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് പത്രങ്ങൾ കൊണ്ടുപോവുകയും പ്രേക്ഷിത പ്രവർത്തനമായി അവിടെ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന ആളുകളോട് ഇവിടെ ഇങ്ങനെ ഇന്ത്യയിലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൃപാസനം എന്നുള്ളൊരു സ്ഥലത്ത് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞ് കൊടുത്ത് ആളുകൾക്ക് പത്രങ്ങൾ വിതരണം ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ടായി. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റി. ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ ധാരാളം ജോലി അപേക്ഷകൾ ഞാൻ നൽകുകയുണ്ടായി. പക്ഷേ ആരും തന്നെ ഇൻ്റർവ്യൂവിനെ വിളിക്കുകയുണ്ടായില്ല. ഈ ഉടമ്പടി കാലഘട്ടത്തിൽ എനിക്ക് ഒരു യാദൃശ്ചികമായി ഒരു ഇൻ്റർവ്യൂ ലഭിക്കുകയും ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാം ഉപയോഗിച്ചാണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ്റ്റ്, ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ബട്ട് ബൈ ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ കൃപയാൽ ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് ഇവിടെ ഞാൻ ചെയ്തിരുന്ന അതേ ജോലി, ഇവിടുത്തെ +2-ലെ അതേ ജോലി തന്നെയാണ് അവിടുത്തെ ഹൈസ്കൂളിലേക്ക് കിട്ടിയത്. ഇവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ ലഭിക്കുന്ന പോലെയാണ് ആ ജോലി ഈശോ എനിക്ക് ഒരുക്കി തന്നത്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിനെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്ക് ഏപ്രിൽ 17-ാം തീയതിയായിരുന്നു ഇൻ്റർവ്യൂ. അന്നത്തെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ സ്കൂളിൽ പോകുന്നവർക്കായി പ്രത്യേക അനുഗ്രഹ പ്രാർത്ഥന നടത്തുകയുണ്ടായി ഏപ്രിൽ 17, 2025. അപ്പോൾ ആ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് നാട്ടിലുള്ള ഇവിടെയെല്ലാം വെക്കേഷനാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു, +2 പരീക്ഷ കഴിഞ്ഞു, ഇവിടെ എല്ലാവർക്കും വെക്കേഷനാണ്. ഇവിടെ സ്കൂളിൽ പോകുന്നവരാരും തന്നെ ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രാർത്ഥന അതെനിക്ക് വേണ്ടി തന്നെയാണ് ഈശോ ഒരുക്കി തന്നത് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോവുകയും ആ ഇൻ്റർവ്യൂവിൽ നിന്നും സെലക്ട് ആവുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു ടീച്ചറായ ഒരു ജോലി കിട്ടണമെങ്കിൽ അവിടുത്തെ ടീച്ചിങ് ലൈസൻസ് ആവശ്യമാണ്. എനിക്ക് ടീച്ചിങ് ലൈസൻസ് ഇല്ല, ഞാനിവിടെ നിന്ന് പോയിട്ട് ആകെ 3 വർഷമാകുന്നേ ഉള്ളൂ. അപ്പോൾ ആ സ്കൂളുകാർ ഒരു ഓപ്ഷൻ പറഞ്ഞു, ടീച്ചിങ് ലൈസൻസ് ഇല്ലാതെ തന്നെ എന്നെ അവിടേക്ക് ഹയർ ചെയ്യുകയും ഒരു കാലാവധി തന്നു. ആ കാലാവധിക്കുള്ളിൽ അവിടുത്തെ പരീക്ഷയെല്ലാം എഴുതി ടീച്ചിങ് ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളൊരു ഓപ്ഷനോടുകൂടെ എനിക്ക് ആ ജോലി ലഭിക്കുകയാണ് ഉണ്ടായത്. ആ ജോലിയുടെ ഓഫർ ലെറ്റർ വന്നത് മാതാവിൻ്റെ കയ്യൊപ്പോട് കൂടി തന്നെയാണ്. കാരണം എൻ്റെ ഉടമ്പടിയുടെ 90-ാമത്തെ ദിവസം, ഞാൻ ഉടമ്പടി എടുത്തത് ജാനുവരി 24-ാം തീയതിയാണ്. എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചത് ഏപ്രിൽ 24-ാം തീയതിയാണ് ഓഫർ ലെറ്റർ ലഭിച്ചത്. ആ ഓഫർ ലെറ്റർ ലഭിച്ച് അപ്പോൾ എനിക്കത് ഉറപ്പായിരുന്നു, അത് മാതാവിൻ്റെ കയ്യൊപ്പോട് കൂടി തന്നെ ഈശോ നൽകിയ അനുഗ്രഹമാണെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അനുഗ്രഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നീട് ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൽ നാട്ടിലേക്ക് വരുവാനുള്ള ഒരു അനുഗ്രഹമുണ്ടായി. അപ്പോൾ സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന ഈ വലിയ അനുഗ്രഹത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയാണ് ഉടമ്പടി വഴി ഉണ്ടായിട്ടുള്ളത്. ഉടമ്പടി ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയി പ്രാർത്ഥനകൾ മാത്രം ചെയ്ത് ഞായറാഴ്ചകളിൽ കുർബാന മാത്രം പങ്കെടുത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് വളരെ വലിയൊരു ആത്മീയ ഉണർവ് ആണ് ഉടമ്പടിയിലൂടെ ലഭിച്ചത്. ദിവസേന ഉള്ള കുർബാനകൾ മുടക്കം കൂടാതെ കാണുവാനും ഏത് കാലാവസ്ഥയായാലും തണുപ്പായാലും ചൂടായാലും രാത്രിയായാലും പകലായാലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു തീക്ഷ്ണത ഈശോ എനിക്ക് നൽകി. അതിന് പ്രത്യേകം അത് ഉടമ്പടിയിലൂടെ ലഭിച്ചതാണ്. അതുപോലെ തന്നെ കുദാശകളിൽ കൂടുതൽ കേന്ദ്രീകരിക്കാനും കുമ്പസാരം നടത്തുവാനും ആത്മാർത്ഥമായുള്ള കുമ്പസാരങ്ങൾ നടത്തുവാനുമെല്ലാം അവസരങ്ങൾ നൽകി. അതിനെല്ലാം ഈശോയോട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് പത്രങ്ങൾ വിതരണത്തിലൂടെയും അതുപോലെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്തും എല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചു. അതിനെല്ലാം പ്രത്യേകമായി ഈശോയുടെ അടുത്ത് നന്ദി പറയുന്നു. ഈശോയിൽ നിന്ന് പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനെ പ്രത്യേകമായി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. സ്മിത എന്ന ഈ സഹോദരി USA-യിൽ നിന്ന് തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചതുപോലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പരിശുദ്ധ അമ്മയോട് മാലാഖ മംഗളവാർത്ത അറിയിക്കുകയുണ്ടായി. സ്മിതയെ സംബന്ധിച്ചിടത്തോളം US-ൽ ഒരു ടീച്ചറായി ജോലി ചെയ്യുക എന്നുള്ളത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്.
യു എസിലെ നിയമം അനുസരിച്ച് ഒരു ലൈസൻസ് ഇല്ലാതെ, ടീച്ചേഴ്സ് ലൈസൻസ് ഇല്ലാതെ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എവിടെയാണ് ഒരു ട്രാൻസ്ഫർ കിട്ടുന്നത് പോലുള്ള ഒരു എളുപ്പത്തിലാണ് സ്മിത ഈ സാക്ഷ്യമ്മയോട് പറയുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ ആ 90 ദിവസം തികയുന്നതിന് മുൻപ് തന്നെ ഈ മകൾക്ക് ഒരു സ്കൂളിലെ US സ്കൂളിലെ ടീച്ചറായിട്ടുള്ള ഓഫർ ലെറ്റർ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി എന്നാണ് ഈ മകളിവിടെ സാക്ഷ്യം പറയുന്നത്. അതിനുവേണ്ടി ഈ മകൾ നിലമൊരുക്കി വളരെ മനോഹരമായ ഒരു വേദി, ഒരു വയലൊരുക്കി, ആ വയലിൽ വിത്ത് പാകി അതിൻ്റെ ഫലം കാത്തിരുന്നത് ഈ 3 മാസക്കാലമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വിശ്വാസത്തിലൂടെ, നിങ്ങൾക്ക് വിശ്വാസം ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ബേസ് ലെവൽ മാത്രമായിരിക്കാതെ പ്രത്യാശയിൽ നിന്ന് സ്നേഹത്തിലേക്കും സമർപ്പണത്തിലേക്കും കടക്കാനുള്ള അഭിഷേകത്തിലേക്ക് കടക്കാനുള്ള, ആത്മീയ അധികാരത്തിലേക്ക് കടക്കാനുള്ള ഒരു വിളി കൂടിയാണ് ഈ ഉടമ്പടി എന്നുള്ള ഒരു വലിയ ആഹ്വാനം, പ്രബോധനം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് നൽകുന്നുണ്ട്. ഓൺലൈൻ ഉടമ്പടിയിലൂടെ കൃത്യമായി ഉടനെ തന്നെ സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു അത്ഭുത സിറ്റുവേഷൻ ഈ മകൾക്കുണ്ടായി. നേർച്ച വസ്തുക്കളെല്ലാം ലഭിച്ചു. ഉടമ്പടി കൃത്യമായി പാലിക്കുകയും ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും ആ ദിവ്യബലിയിൽ പങ്കുകൊള്ളുമ്പോഴുണ്ടായ മകളുടെ അനുഭവം, ദൈവം ആദത്തിനോട് പറഞ്ഞത് ഈ പഴം തിന്നരുത്, കഴിച്ചാൽ നീ മരിച്ചു പോകുമെന്നാണ്. ഈശോ നമ്മോട് പറയുന്നത്, നീ ഇത് ഭക്ഷിക്കുക, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്കായി അർപ്പിക്കപ്പെടാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അങ്ങനെ വളരെ മീനിങ് ഈശോയെ സ്വീകരിക്കുന്ന ഈ മകൾക്ക് ഈശോ തന്നെ കൊടുക്കുന്ന ഒരു വലിയ അനുഭവമാണ്, വലിയ ദൈവാനുഭവമാണ്. ഒരു ടീച്ചറിൻ്റെ അപ്പോയിൻമെൻറ്റ് US കിട്ടുന്നതിലൂടെ എത്രമാത്രം ദൈവിക അനുഭവത്തിലേക്കും ഈശോയെ വിട്ടുപിരിയാൻ സാധിക്കാത്ത വിധം പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന ഒരു അനുഭവം ഇന്ന് ഈ മകൾക്കുണ്ടായിരിക്കുകയാണ്. ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ തക്കവിധം ജീവിത അനുഭവങ്ങൾ ഇന്ന് ഈ മകൾക്കുണ്ടായിട്ടുണ്ട്. ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അതെനിക്ക് മാത്രമാണ്. ഇന്ത്യയിൽ സ്കൂൾ അടച്ചിരിക്കുന്ന ഈ സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്, ബ്ലസ് ചെയ്യുന്നത്, ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാവരെയും അച്ഛൻ അനുഗ്രഹിക്കുമ്പോൾ സ്മിതയ്ക്ക് മനസ്സിലായി ഇതെനിക്കുള്ളതാണ്. കാരണം ഇന്ത്യയിലെ സ്കൂളല്ല, ഇത് വിദേശത്ത് ഞാൻ ഇന്ന് സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നു, അതെനിക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഡെയിലി ബ്രെഡ് നാം പങ്കെടുക്കുമ്പോൾ, ആ അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയോ അർത്ഥവത്തായിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കുന്നു, നമുക്കതിൻ്റെ ആ ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കുന്നു. അത് ഈശോ തന്നെയാണ്. ആ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞപ്പോൾ മകൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അടുത്ത് ചെന്ന് അവർക്ക് ആ സ്കൂളിൽ ചെന്ന് അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചെയ്ത് അവിടെ നിന്ന് ഡെയിലി വേജായി കിട്ടുന്ന ആ ശുശ്രൂഷാ ഫലം മകൾ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഒരു നല്ല കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ കൂടിയുള്ള കൃപ ഈ മകൾക്ക് ലഭിച്ചുവെന്ന് ഏറ്റു പറയുന്നു. ദൈവം നൽകിയതാണെന്ന് നമുക്ക് ഉറച്ച ബോധ്യം വരുമ്പോഴാണ് അത് ഈശോയുടെ പേരിൽ, ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് 10 പേരിൽ ഒരാൾ വന്ന് സാക്ഷ്യം ഏറ്റു പറഞ്ഞതുപോലെ, നന്ദി പറഞ്ഞതുപോലെ സ്മിത വളരെ സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് നന്ദി പറയാനെത്തുമ്പോൾ പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെയും പ്രവാസികളായി പോകാനൊരുങ്ങുന്നവരെയും എല്ലാം നമുക്ക് ഈ നിയോഗങ്ങളെയെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.